ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി? എനിക്ക് ഉറപ്പ് ആർക്കും മനസ്സിലായി കാണില്ലാന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടുക്കാച്ച ഒരു സാധനമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചില്ലി ചിക്കൻ ഒക്കെ ഡ്രൈ ആക്കി വെക്കുമല്ലോ, ഇത് അതുപോലൊരു സാധനമാണ്. വേണേ ഗ്രേവി ആക്കി വെക്കണമെങ്കിൽ ഗ്രേവി ആക്കിയും വെക്കാം. പക്ഷെ എനിക്ക് ഡ്രൈ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡ്രൈ ആക്കി വെക്കുന്നു. സംഭവം വേറൊന്നും അല്ല, നമ്മുടെ സോസേജ് ഇല്ലേ, സോസേജ്. ആ സോസേജ് വെച്ചിട്ടുള്ളൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ഒരു സോസേജ് ഒരു 3-4 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം അതിങ്ങനെ നടുവേ ഇങ്ങനെ കീറി കൊടുക്കുക. അടിഭാഗം ഇങ്ങനെ വിട്ട് കീറരുത് കേട്ടോ. എന്നിട്ട് അത് സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കടവയുടെ തല പോലെ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ആക്കി മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് ഓയിലിനകത്തോട്ട് കുനുകുനാ നിറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് തന്നെ സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സോസ് ഞാൻ ഒഴിച്ചത് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് കേട്ടോ. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിനകത്തോട്ട് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി ഇതിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇല്ലേ, അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ആർഭാടത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റായി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം കേട്ടോ. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് ഈ ഡ്രൈ ആയിട്ട് കഴിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം, പിള്ളേർ കഴിച്ചോളും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ.